ഇന്നത്തെ ആഘോഷം അതിഗംഭീരമാകാൻ ഓണസന്ദേശം നൽകാൻ എത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷിജോ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ഏതു കാര്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന IQAC കോർഡിനേറ്റർ അനുജ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി നമ്മുടെ പ്രിയപ്പെട്ട HODs, ഇതിന് പിന്നിൽ അക്ഷയമരായി പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ്, ഈ ആഘോഷങ്ങളുടെ നെടും തൂണുകളായ എന്റെ പ്രിയപ്പെട്ട സഹപാഠികൾ എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു പൊന്നോണം ആകട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി അനുമോൾ. നിറവിന്റെ പ്രതീകമായ ഓണത്തിൽ മലയാള നാടിന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു സംഗീതവുമായി എത്തുന്നു BCA ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി അഞ്ജലി ബിജു. തിരുവാവണിരാവ് മനസാകി നിരാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായോ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിലൂറുന്നു നിറവയറോണിന്റെ സന്തോഷം. പൊൻകോടിക്കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോലമുണരുന്നു സംഗീതം സംഗീതം. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൻ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. വളരെ നല്ലൊരു ഗാനം ആലപിച്ചതിന് നന്ദിയുണ്ട് അഞ്ജലി. ഓണനിലാവിന്റെ മാറ്റുകൂട്ടുവാൻ ഇന്ന് നമ്മോടൊപ്പം വിശിഷ്ട വ്യക്തിയായി വന്നിരിക്കുന്നത് ബഹുമാന്യനായ ഫാദർ ഡോക്ടർ ടോണി ആടക്കുഴിയിൽ CST ആണ്. അദ്ദേഹം സാൻജോ കോളേജിന്റെ മാനേജറും കൂടാതെ JPMന്റെ വൈസ് പ്രിൻസിപ്പലുമാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് അദ്ദേഹം PhD നേടിയിരിക്കുന്നത്. സ്നേഹനിധിയായ അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഹൃദ്യമായ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പലച്ച, കോളേജ് ബർസാർ ഫാദർ ജോജു അടമ്പക്കല്ലേൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി SH, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, മലയാളികളായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷമുള്ള ഓണക്കാലഘട്ടം ആഗതമായിരിക്കുകയെ. സന്തോഷത്തിന്റെ സമയമാണ് ഓണക്കാലഘട്ടം. മലയാളികളായ നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരമാണ് ഓണം. ഇന്ത്യയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ഏത് ഭാഗത്താണ് എങ്കിൽ തന്നെയും മലയാളികൾ എല്ലാവരും കൂടെ ഓണ സമയത്ത് ഒന്നിച്ചുകൂടും.
ഓണപ്പാട്ട്, ഓണക്കളികള്, അത്തപ്പൂക്കളം, പായസം വെച്ച് ഊഞ്ഞാലാടി ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുക. ഇനി ഓണം ആഘോഷിക്കുമ്പോൾ ഓണാഘോഷത്തെ പറ്റി പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. കൊല്ലവർഷം 600-ാം ആണ്ട് മുതൽ ഓണം ആഘോഷിച്ചു എന്നാണ് പറയുക. അതാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നിരുന്നാൽ തന്നെ തമിഴ് സാഹിത്യ കൃതികൾ പരിശോധിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഓണം ആഘോഷിച്ചിരുന്നു, കേരളക്കരയിൽ ഓണത്തിന്റെ ആഘോഷം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർക്കിടക മാസം കഴിഞ്ഞാണ് ഓണം ആഘോഷിക്കുക. പൊന്നിൻ ചിങ്ങ കാലഘട്ടമാണ് ഓണം എന്ന് നമുക്കറിയാം. പഞ്ഞത്തിന്റെയും പട്ടിണിയുടെയും അറുതിയുടെയും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ശീതക്കാറ്റിന്റെയും തണുപ്പിന്റെയും മഴയുടെയും ഒക്കെ കാലഘട്ടമാണ് കർക്കിടകം. ഇതൊക്കെ കഴിഞ്ഞുപോയി വിളവെടുപ്പിന്റെ, മെതിയുടെ കൊയ്ത്തിന്റെ, വിളവെടുപ്പിന്റെ, കാർഷിക സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ ഒക്കെ കാലഘട്ടമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുക. ഓണം സന്തോഷത്തിന്റെ കാലഘട്ടമാണ്, വിളവെടുപ്പിന്റെ കാലഘട്ടമാണ്, സമൃദ്ധിയുടെ കാലഘട്ടമാണ്, ഒത്തിരി നന്മയുടെ കാലഘട്ടമാണ്, സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. ഇതിന്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുക. ഓണക്കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കുക മാവേലിയെയാണ്. മാവേലി നാട് വാണിടുന്ന കാലഘട്ടം അത് സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. യാതൊരു രീതിയിലുള്ള അനീതിയോ അക്രമോ ഉച്ചനീചിത്വങ്ങളോ വിഭാഗീയതയോ പാമരനും പണ്ഡിതനും തമ്മിലുള്ള വ്യത്യാസമോ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസമോ ഒന്നും ഇല്ലാത്ത, യാതൊരു രീതിയിലുള്ള ഉച്ചനീചിത്വങ്ങളില്ലാത്ത, വിഭാഗീയതകളില്ലാത്ത സ്വപ്നസുന്ദരമായ സ്വർഗസുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ഓണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ സ്വപ്നസുന്ദരമായ കാലഘട്ടം, സ്വർഗസുന്ദരമായിട്ടുള്ള കാലഘട്ടം, സമൃദ്ധിയുടെ കാലഘട്ടം. ഇങ്ങനെ ഒരു കാലഘട്ടത്തെയാണ് ഓണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഓർക്കുക, മാവേലിനെ ഓർക്കുന്നുണ്ട്, വാമനനെ ഓർക്കുന്നുണ്ട്. മാവേലി നന്മയുടെ പ്രതീകമായിട്ട് നിലനിൽക്കുകയാണ്, വാമനൻ തിന്മയുടെ പ്രതീകമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പൊ വാമനനും മാവേലിയും നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മാവേലിയുടെയും വാമനന്റെയും സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നന്മയുടെയും തിന്മയുടെയും ശക്തികളുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു മത്സരമാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധമാണ് കാണുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ സ്ഥാപനങ്ങളില്, നമ്മുടെ ഉള്ളിൽ തന്നെയും നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ, നന്മ വിജയിക്കുമ്പോൾ അവിടെ മാവേലിയുടെ വിജയം നടക്കുകയാണ്. യാതൊരു രീതിയിലുള്ള ഉച്ചനീചിത്വങ്ങളും തുടച്ചു മാറ്റപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉച്ചനീചിത്വങ്ങൾ ഇല്ലാതാവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓണം കൂടലിന്റെ സമയമാണ്, ഒത്തുചേരലിന്റെ സമയമാണ്, സ്നേഹത്തിന്റെ സമയമാണ്, പങ്കുവെക്കലിന്റെ സമയമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ കുടുംബങ്ങളിലാണെങ്കിൽ തന്നെ, കോളേജുകളിൽ സാധാരണ റെഗുലറായിട്ട് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി, ക്ലാസ് ബേസിൽ എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി പായസം വെക്കും, അത്തപ്പൂക്കളിടും, എല്ലാവരും സാധിക്കുമെങ്കിൽ ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും, സന്തോഷം പങ്കിടുകയാണ്. ഒരു ഒത്തുകൂടലിന്റെ സമയമാണ്, പരസ്പര സ്നേഹത്തിന്റെ സമയമാണ്, പങ്കുവെക്കലിന്റെ സമയമാണ്. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഓണക്കാലഘട്ടം. ഓണക്കാലഘട്ടത്തെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുക നമ്മെ പറ്റിയല്ല, നമ്മുടെ മിത്രങ്ങളെ പറ്റിയാ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ പറ്റിയാ, നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി നമ്മൾ ചിന്തിക്കുക. അവരുടെ നന്മയെ പറ്റി നമ്മൾ ഓർക്കുക, അവരുമായിട്ട് നമുക്കുള്ള വസ്തുക്കൾ നമ്മൾ പങ്കുവെക്കുക. ഓണപ്പാട്ടുണ്ട്, ഓണത്തിന് സമ്മാനം കൊടുക്കാറുണ്ട്. പങ്കുവെക്കലിന്റെ സമയമാണ് നമ്മൾ ഓണത്തിന് പ്രധാനമായിട്ടും അനുസ്മരിക്കുക. ഇപ്പൊ പങ്കുവെക്കലിന്റെ ഒരു മനോഭാവത്തിലേക്ക് ഓണക്കാലഘട്ടത്തില് നമുക്ക് വരുവാനായിട്ട് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഓണം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ദർശനം ഉണ്ടായിരിക്കണം. മനുഷ്യരെ പറ്റി ശരിയായിട്ടുള്ള ദർശനം, അതുപോലെ തന്നെ പ്രപഞ്ചത്തെ പറ്റി ശരിയായിട്ടുള്ള ദർശനം ഉണ്ടായിരിക്കണം. അപ്പൊ മനുഷ്യനെയും പ്രപഞ്ചത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നവർക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. മനുഷ്യനെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും നന്നായിട്ട് മനസ്സിലാകുമ്പോൾ, വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉള്ളപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് കള്ളം കാണില്ല, ചതിയില്ല, പുകഴ്ത്തിവെപ്പില്ല, കരിഞ്ചന്തയില്ല, എല്ലാവരുമായിട്ട് പങ്കുവെക്കുക. അത് സ്വപ്ന സമാനമായിട്ടുള്ള സ്വർഗതുല്യമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. നമുക്കുള്ളതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് പോകുന്ന കാലഘട്ടം തീർച്ചയായിട്ടും ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ,
സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. അത് നമ്മുടെ മനസ്സിൽ പൊന്നോണത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഓണം ആഘോഷിക്കുകയാണ്. സാൻജോ ഫാമിലിയിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒത്തിരി അധികം സ്നേഹത്തോടെ നന്മയുടെ സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാശംസകളോടെ നിർത്തുന്നു. നന്ദി. ഓണത്തിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും അതിനു ചുറ്റുമുള്ള പങ്കുവെക്കൽ സ്നേഹം എന്നതിനെ കുറിച്ചും മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ട് ഫാദർ. അടുത്തതായി സാൻജോ കോളേജിന്റെ എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന IQACയുടെ ചെയർപേഴ്സൺ ഏറെ ബഹുമാനനായ ഫാദർ ഡോക്ടർ ജിജോ ഇണ്ടിപ്പറമ്പിൽ. അദ്ദേഹം കോളേജിന്റെ നെടുന്തൂണും സാരഥിയുമായി വർത്തിക്കുന്നു. ജിജോ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഓണ സന്ദേശത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ടോണി ആടുകുഴിയിൽ അച്ഛ, കോളേജിന്റെ മാനേജർ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോസ്മി, അവർ വൈസ് പ്രിൻസിപ്പൽ, സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജോജു അച്ഛ, കോളേജിന്റെ ബർസാർ, എത്രയും സ്നേഹം നിറഞ്ഞ ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സ്റ്റുഡൻസ്, ടോണിയച്ചൻ വളരെ നല്ല ഒരു സന്ദേശം നമുക്ക് ഓൾറെഡി ഈ ഓണത്തിന്റെ പ്രത്യേകതകളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. And it has been great to celebrate Onam with you all by being physically present here in the college, as we used to have in the prior years. However, this year the coronavirus pandemic has dampened the festive spirit around Onam, and people have been advised to celebrate indoors, with traditional floral carpet or pookalam, swings, unyal, and so on. And thus we are also we celebrate it in online mode, but with offline spirit and with virtual presence and with each other without losing its cherishing memories. Despite being amid the COVID pandemic, the memories of the good festive time are still warm in our heart. Now, cherishing those happy moments, I wish you all and your family a very warm, happy and prosperous Onam. Though at homes, not being able to enjoy the social aspect of this festival, let us celebrate the spirit of this harvest festival in its entire splendor by always enjoying the bounty of our nature. വളരെ എനിക്ക് തോന്നുന്നു വളരെ ഗൃഹാതുരത്വം തുടിക്കുന്ന ഓർമ്മകളായിട്ടാണ് ഈ ഓണക്കാലം നമ്മെ തേടിയെത്തുന്നത്. ടോണിയച്ചൻ, ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഓർമ്മകളിലൂടെ നമ്മെ തഴുകിയെത്തുന്ന ഒരു ദിനമാണ്, അല്ലെങ്കിൽ ദിനങ്ങളാണ്. ഈ വലിയ സ്മരണയുടെ നാളുകളാണ് ഓണദിനം എന്ന് പറയുന്നത്, അല്ലെ? ഇതൊരു ഒത്തുകൂടലിന്റെ ദിനങ്ങളായിരുന്നു, ചിരി സന്തോഷങ്ങളുടെ നിമിഷങ്ങളായിരുന്നു. അപ്പൊ പുതിയ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നിടുന്ന ഒരു വലിയ ദിനമാണ്, അനുസ്മരണമായിരുന്നു ഈ ഓണദിനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രളയത്തിനും കോവിഡ് മഹാമാരിക്കും ഒക്കെ ശേഷം ശരിക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു കാലം നമുക്ക് ഈ ദിനത്തിൽ പരസ്പരം ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പലപ്പോഴും ചോച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ പരാജിതനായ ഒരു മഹാബലി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുക ഒരു പരാജിതന്റെ ഒക്കെ മുഖം മൂടി വലിച്ചെറിഞ്ഞ് വിജയശ്രീയിൽ ആയുധനായ ഒരു മഹാബലിയുടെ അനുസ്മരണമാണ് ഈ ഓണം എന്ന് പറയുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തവനായിരുന്നു മഹാബലി. എല്ലാ ജനങ്ങളുടെയും നന്മ ആഗ്രഹിക്കുന്നവൻ. അപ്പൊ ഏറ്റവും വലിയ വിജയമായിരുന്നു ചോദിച്ചാല് മഹാബലി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? വിട്ടുകൊടുത്ത് വിജയിച്ചവനാണ് മഹാബലി ജീവിതത്തില്. അപ്പൊ നമുക്കും ഇതുപോലെ ഒരു വിജയം, നമ്മൾ വിജയിയാണ് എന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കണമെങ്കിൽ എനിക്ക് തോന്നുക മഹാബലിയെ പോലെ ജീവിതത്തിലെ ചിലപ്പോഴെങ്കിലും വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം, അല്ലെ? മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ നിലകൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി കൂടി വിട്ടുകൊടുക്കുന്നവൻ,
അല്ലെ? അങ്ങനെ അവനാണ് വിജയിക്കുന്നവന്റെ പ്രതിനിധി എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഒരു തരത്തിൽ പറഞ്ഞാല് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നതിന്റെ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? എന്താണ് പ്രപഞ്ചം മുഴുവനും, ഇപ്പൊ നമുക്ക് പ്രപഞ്ചം മുഴുവനും പ്രകാശം നൽകുന്ന ഒരു സൂര്യനും, അല്ലെങ്കിൽ രാത്രിയിൽ പ്രകാശിക്കുന്ന ചന്ദ്രനും, പ്രഭാതം മുതൽ പ്രദോഷം വരെ പല രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പക്ഷിമൃഗാദികളും, ഇനി 10 മാസം ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരു അമ്മയും, ഇങ്ങനെ വിട്ടുകൊടുത്ത് ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ വിജയിക്കുന്നതിന്റെ പൂർണ്ണമായ ഒരു മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് മഹാബലി എന്ന് പറയുന്നത്. ആ മഹാബലിയുടെ ഓർമ്മ ആചരിച്ച് ഒരു ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ നന്മ ഇത് തന്നെയായിരിക്കണം. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ, അല്ല അധ്യാപകരായിരിക്കുമ്പോൾ, നമ്മൾ മാതാപിതാക്കളായിരിക്കുമ്പോൾ, നമ്മൾ ഏത് അവസ്ഥയിലാണോ അവിടെയൊക്കെ മറ്റുള്ളവരുടെയും നമ്മുടെയും ഒക്കെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ, അല്ലെ? അതുകൊണ്ട് തന്നെ പൂർണ്ണമായ മറ്റൊന്നിന്റെ നന്മ ആഗ്രഹിക്കുന്ന കാംക്ഷിക്കുന്ന ഒരു പ്രതീകമായിട്ട് ഈ ഓണദിനത്തെ നമുക്ക് മാറ്റാം. ഈ ഓണം അതുകൊണ്ട് തന്നെ നിറവിന്റെ, പ്രതീക്ഷയുടെ, വിജയത്തിന്റെ, അല്ലെങ്കിൽ ടോണിച്ചൻ പറഞ്ഞത് വിട്ടുകൊടുക്കുന്നതിന്റെ ഒക്കെ സന്തോഷത്തിന്റെ ആഘോഷമായിട്ട്, ഉത്സവമായിട്ട് നമുക്ക് ഈ ഓണദിനങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ എന്റെ ആഗ്രഹം നിങ്ങളോട് പറയാനുള്ളത് ഇതായിരുന്നു. Like the bright attractive flowers of our floral carpet, what we call പൂക്കളം, may your life be filled with bright and beautiful colors, of course in line with the normal ups and downs of our lives. And like the different competitions that we happily compete during Onam, may you reach your destination with full determination and attain your goal. And also, even like the spectacular feast of a sumptuous Onam Sadhya on a meal, may you enjoy the good food and thus the prosperity of life every day. And may the spirit of Onam festival, like the swing that we enjoy, guide and light your way to the path you choose, and to attain your goal and cherish your dreams. Dear students, and one and all, once again I wish you all a very happy Onam and a prosperous Onam. Thank you very much. I hope നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഓൺലൈൻ മോഡിൽ ഈ ഫെസ്റ്റീവ് സീസൺ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ഈ കൊറോണ കാലഘട്ടത്തിൽ കീപ്പിംഗ് ദ ഡിസ്റ്റൻസ്, സേഫ് ഡിസ്റ്റൻസ് നമുക്ക് ആഘോഷിക്കാം. ഒരിക്കൽ കൂടി ഈ ഓണത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദിയുണ്ട് ഫാദർ. ഈ മഹാമാരിയുടെ കാലത്ത് ഓണത്തിന്റെ പുതിയ പ്രതീക്ഷകൾ വാക്കുകളിലൂടെ സമ്മാനിച്ചതിന്. അടുത്തതായി ഓണക്കാലത്തെ ആമോദത്തോടെ വരവേൽക്കുവാൻ കാലങ്ങളായി കരുതി വെച്ച മനോഹരമായ ഈണങ്ങളുണ്ട്. അത്തരമൊരു ഗാനവുമായി എത്തുന്നു BSW ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി ലിൻഡു സൈമൺ. പരനിറയെ പൊന്നടക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പരനിറയെ പൊന്നടക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയുടെ മഴകൾ നമുക്ക് തുഴയാനും വെളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ച തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പലിപ്പൂവേ പലിപ്പൂവേ പൂവേ, പൂവേ പലിപ്പൂവേ പലിപ്പൂവേ പൂവേ. പരനിറയെ പൊന്നടക്കും
വളരെ നന്ദി ലിൻഡു സൈമൺ. ഇന്നേ ദിവസത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതയായ സിസ്റ്റർ ജോസ്മി SH. സിസ്റ്റർ വളരെ ഊർജ്ജസ്വലയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതും അതിനായി വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ്. സിസ്റ്ററിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. സാൻജോ കോളേജിന്റെ മാനേജർ ആദരണീയനായ റവറൻ ഡോക്ടർ ടോണി ആടുകുഴിയിൽ, പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, IQC കോർഡിനേറ്റർ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം എല്ലാവരും നന്മയുള്ളവരും നന്മ പങ്കുവെച്ചു കൊടുക്കുന്നവരുമാകണമെന്ന് നല്ല സന്ദേശം നമുക്ക് മാനേജർ അച്ഛനും പ്രിൻസിപ്പൽ അച്ഛനും ഒക്കെ പറഞ്ഞു തരികയുണ്ടായി. ഈ ഓണദിനത്തില്, ഓണാഘോഷ ദിനത്തില് ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികളോടെ ഞാൻ തുടങ്ങട്ടെ. ഒത്തൊരുമയുടെ മഹത്വം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. ഏതൊരു മലയാളിയുടെയും മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മയാണ് ഓണം എന്നത്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പുത്തൻ പ്രതീക്ഷയുടെയും ഓർമ്മകളാണ് ഓരോ ഓണവും മലയാളിക്ക് സമ്മാനിക്കുന്നത്. കള്ളവും ചതിയും ഇല്ലാത്ത മഹാബലി തമ്പുരാന്റെ നല്ല കാലം കേരളീയന്റെ മനസ്സില് എന്നും പച്ചകടാ നിൽക്കുമ്പോൾ ആ നല്ല നാളേക്കായി നമുക്ക് നമ്മുടെ മനസ്സുകളെ തുറക്കാം. എങ്ങും ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങമുണരുമ്പോൾ നന്മയുടെ സന്ദേശവാഹകരാകാൻ, അനേകർക്ക് ഒരു നേരത്തെ സന്തോഷത്തിന്റെ അന്നമാകാൻ നമുക്ക് കഴിയണം. മഹാവിഷ്ണുവിന്റെ ആഗ്രഹം നിർവഹിക്കുന്നതിന് വേണ്ടി തന്റെ ശിരസ് പോലും കുനിക്കാൻ തയ്യാറായ മാവേലി മന്നനെ നാം ദുരിതം അനുഭവിക്കുന്ന ഈ ലോകത്തിന്റെ സ്വപ്നങ്ങൾക്ക് നമുക്ക് ചിറകിടിക്കാം. ഒരുമയുടെ ഓണം എന്ന് നാം പറയുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് നാം എന്ന ചിന്ത നമുക്ക് മറക്കാതിരിക്കാം. കൊറോണ കാലം നമുക്ക് നൽകിയത് അകലങ്ങളുടെ ഒരു കാലമാണെങ്കിലും ഇതിനെല്ലാം അപ്പുറം പഴയതുപോലെ ഒരു ഓണത്തിന്റെ പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളില് തിരയടിക്കട്ടെ. നന്മയുള്ളവരും നന്മ പങ്കുവെച്ചു കൊടുക്കുന്നവരും പോകാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ലൊരു സന്ദേശം തന്നതിന് നന്ദിയുണ്ട് സിസ്റ്റർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനായ ബർസാർ റവറൻ ഫാദർ ജോജു അടമ്പക്കല്ലയിലാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള അച്ഛൻ വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ്. അച്ഛനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ബഹുമാനപ്പെട്ട ടോണിയച്ച, ജിജോച്ച, സിസ്റ്ററെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സാൻജോ കുടുംബാംഗങ്ങളെ, പലപ്പോഴും ഇന്ന് നല്ല രണ്ട് ഗാനങ്ങൾ ആലപിച്ച് ഓണത്തിന്റെ ഒരു മൂടൊക്കെ സൃഷ്ടിച്ച പ്രിയപ്പെട്ട പാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഓണപ്പാട്ടും പിന്നെ ആർപ്പുവിളികളും അങ്ങനെയൊക്കെ വരവേൽക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഓണത്തെ കാണുന്നത്. പക്ഷെ ഈ വർഷം നമ്മൾ വാമൂടി കെട്ടിക്കൊണ്ട് ഒരു ഓണം ആഘോഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങള് ഓണം ആഘോഷിച്ചിട്ട് ഒരു 4-5 വർഷമായി നിന്ന് പ്രളയം, അതിന് പുറമെ കൊറോണയും എല്ലാം വന്ന് ആ ഒരുമയുടെ ഒരു ഓണം ശരിക്കും മലയാളികൾ ആഘോഷിച്ച കാലം കുറച്ചായി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഒരുമ അല്ലെങ്കിൽ ഈ ഒരു ഐക്യം ഈ ഓണം വഴി ഉണ്ടാകുന്ന ജാതിമത ഭേദമന്യേ ഈ ഓണം സൃഷ്ടിക്കുന്ന ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു സൗഹൃദം അതൊക്കെ ഇല്ലാത്തതിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വർഗീയതയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് തലപൊക്കി തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതായാലും എത്ര പ്രതിസന്ധി കാലഘട്ടമായിക്കൊള്ളട്ടെ,
നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യത്തില് അച്ഛന്മാര് മുമ്പ് നൊസ്റ്റാൾജിയയുടെ ഒക്കെ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കാം. ചിലപ്പോൾ നമ്മൾ വീടുകളിലായിരിക്കാം, മറ്റെവിടെയെങ്കിലും ആയിരിക്കാം, എവിടെയാണെങ്കിലും ഈ ഒരു ഓണവും നമുക്ക് അത്തരത്തിലൊരു നൊസ്റ്റാൾജിയ. ചിലർക്ക് ചിലപ്പം എന്താ പറയുക, ഓണസദ്യ കഴിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഊഞ്ഞാല് കെട്ടി അതിൻ്റെ ഒരു നാടുമ്പോഴായിരിക്കും, ചിലർക്ക് നല്ല ഓണ ഡ്രസ്സൊക്കെ ധരിച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കഴിയുമ്പോഴായിരിക്കും ചിലപ്പം അത്രയൊരു നൊസ്റ്റാൾജിയ ഉണ്ടാകുന്നത്. അപ്പം ഏത് തരത്തിലാണെങ്കിലും അത്രയൊരു നൊസ്റ്റാൾജിയ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ശ്രമിക്കാം. മലയാളി പൊളിയല്ലേ എന്ന് പറയുന്ന പോലെ ഈ ഓണം നമുക്ക് പൊളിയായിട്ട് മാറ്റി അടിച്ചു പൊളിച്ച് ഈ ഓണം നമുക്ക് കടന്ന് പോകാം. എല്ലാ വിധത്തിലുള്ള നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ ഓണക്കാലത്ത് വളരെ നല്ലൊരു സന്ദേശം നൽകിയതിന് നന്ദിയുണ്ട് ഫാദർ. ഓണക്കാലം എന്നത് ഓണക്കളികളുടേതും കൂടിയാണ്. അത്തരമൊരു നൃത്ത കലാരൂപവുമായി എത്തുന്നു BSWവിലെ ദേവിക സന്തോഷ് ആൻഡ് ഗ്രൂപ്പ്. ഓണത്തിന്റെ പഴമയിലേക്ക് ഞങ്ങൾ ഏവരെയും ആനയിച്ചതിന് വളരെ നന്ദിയുണ്ട് ദേവിക ആന്റിയും. അടുത്തതായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നട്ടലായി വർത്തിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമാൻ ഷിജോ തങ്കച്ചൻ. ഒരുമയുടെയും നന്മയുടെയും മലയാളികളുടെ സ്വന്തം ഓണം വന്നെത്തുവാൻ പോകുന്ന തുടക്കത്തിൽ ആശംസകൾ അറിയിക്കുന്നതിനായി മലയാള അധ്യാപകൻ കൂടിയായ ഷിജോ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും ശുഭദിനം. ഓണനിലാവ് 2021 അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ കോളേജിന്റെ മാനേജർ ടോണി അച്ച, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജോ അച്ച, വൈസ് പ്രിൻസിപ്പൽ ജോസ്മി സിസ്റ്റർ, നമ്മുടെ IQAC-യുടെ കോർഡിനേറ്റർ അനൂജ് സാർ, ബെർസാർ ജോജു അച്ച, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതലയുള്ള അധ്യാപകർ, അനധ്യാപകർ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു കാലം, ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ജനം നട്ടം തിരിയുമ്പോൾ മനസ്സിന് ആനന്ദഹർഷമേകാൻ ഒരു ഓണക്കാലം കൂടി വരവായി. മലയാളിയുടെ, കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. സമ്പൽ സമൃദ്ധിയുടെയും ആനന്ദത്തിന്റെയും കള്ളത്തരമില്ലാത്ത, ചതിയില്ലാത്ത ഒരു നല്ല നാട് സ്വപ്നം കണ്ട മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണുവാനായി എത്തുന്നതായിട്ടുള്ള ഒരു സുദിനം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ വർത്തമാന കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനപൂർവം അലങ്കരിക്കുന്ന ആ ഒരു പദം അനർത്ഥമാക്കുവാനായിട്ട് കേരള ജനതയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് മഹാബലി തമ്പുരാന്റെ ആ ഉപദേശത്തിന് നേരെ വിപരീതമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടെയും അക്രമങ്ങളും സ്വാർത്ഥതയും വഞ്ചനയും പണത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ഒരു പരാക്രമം. ഇതിൽ നിന്നെല്ലാം നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ട, നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പുതുതലമുറയ്ക്കാണ്, നമുക്ക് ഓരോരുത്തർക്കുമാണ്. നാം ഐശ്വര്യത്തിന്റെ ആ നാടിനെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി സമ്പൽ സമൃദ്ധിയുടെ നന്മയുടേതായിട്ടുള്ള ഈ ഒരു നാടിനെ വാർത്തെടുക്കുവാനായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആഘോഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, എപ്പോഴും നമ്മിൽ ആ നന്മ നമുക്ക് കാത്തു സൂക്ഷിക്കാം. മഹാബലി തമ്പുരാൻ സ്വപ്നം കണ്ടതായിട്ടുള്ള ആ സ്വപ്നതുല്യമായിട്ടുള്ള ആ ദേശം നമുക്ക് വാർത്തെടുക്കാം. ഓണത്തിന്റെ ഈ നല്ല സുദിനത്തിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള എല്ലാ നന്മ നിറഞ്ഞതായിട്ടുള്ള ആ ഹൃദയങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഈ പ്രശ്ന സങ്കീർണമായിട്ടുള്ള മഹാമാരിയുടെ കാലഘട്ടം നിലനിൽക്കുമ്പോൾ അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ നിറവേറ്റുവാനായി ഈശ്വരൻ നമുക്ക് അതിനുള്ള എല്ലാ വഴികളും നൽകി തരട്ടെ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണാഘോഷം, ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഐശ്വര്യപൂർണമായ ഓണത്തിന്റെ നല്ലൊരു സന്ദേശം നൽകിയതിന് നന്ദിയുണ്ട് സാർ. അടുത്തതായി നന്ദി അർപ്പിക്കുന്നതിനായി ബി ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി കുമാരി കീർത്തന ജോഷിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമില്ലാതെ ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം. ഓണക്കാലത്തെ ഓർമ്മകൾ എല്ലാ മലയാളിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. പുതിയ പ്രതീക്ഷകളാണ് ഓരോ ഓണനാളുകളും നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. വിളവെടുപ്പിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൂടി ഉത്സവമാണ് ഓണം. എത്ര വിഷമം ഉണ്ടെങ്കിലും എല്ലാ മലയാളികളും അതെല്ലാം മറന്ന് ഓണം ആഘോഷിക്കുന്നു. ഓണനാളുകൾ ഒരുമയുടെയും കൂടിച്ചേരലിന്റെയും പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നതാണ്. വാമനനും മഹാബലിയും പാതാളവും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ഏതോ പഴയ രാജാവ് വരുന്നുണ്ടെന്ന് കരുതി കഷ്ടപ്പെട്ട് വിഡ്ഢിവേഷം കെട്ടലല്ല ഓണാഘോഷം. നിത്യജീവിതത്തിലെ സംഘർഷങ്ങൾ ഒരുക്കുന്ന ഏത് പാതാളത്തിൽ നിന്നും മനസ്സിനെ രക്ഷിച്ച് ആഹ്ലാദത്തിന്റെ ലോകത്തിലെത്തിക്കാനാണ് ഓരോ ഓണാഘോഷവും നമുക്ക് പറഞ്ഞു തരുന്നത്. കൊറോണ വൈറസ് നാട്ടിലെങ്ങും വ്യാപിക്കുമ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ ആക്കം കൂട്ടലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നത്. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഏവർക്കും നന്ദി അറിയിക്കുക എന്നതാണ്. ആദ്യമേ തന്നെ ഇന്നത്തെ പരിപാടികൾക്കെല്ലാം വളരെ
മനോഹരമാക്കാൻ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാമിന് അധ്യക്ഷ പദം അലങ്കരിച്ച് നമ്മളോട് സംസാരിച്ച റെഫറൻറ്റ് ഫാദർ ഡോക്ടർ ടോണി ആടക്കുഴിയിൽ CSTക്ക് എന്റെ പേരിലും സാൻജോ കുടുംബത്തിന്റെ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് വേണ്ടുന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി നമ്മളെ നയിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജോ ഇണ്ടിപ്പറമ്പിൽ അച്ഛന് എന്റെ പേരിലും ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഓണനിലാവിൽ ആശംസകൾ അറിയിച്ച് നമ്മളോട് സംസാരിച്ച നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി SHനും ബസാർ റെഫറൻറ്റ് ഫാദർ ജോജു അടമ്പക്കലൽ CSTക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും ഓണത്തിന്റെ നല്ല സന്ദേശങ്ങൾ പകർന്നു തന്ന മലയാള അധ്യാപകൻ ഷിജോ സാറിന് എന്റെ പേരിലും സാൻജോ കുടുംബത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. IQAC കോർഡിനേറ്റർ അനൂജ് സാറിന് ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നേ ദിവസം സ്വാഗതം ആശംസ സംസാരിച്ച അനുമോൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. തുടക്കം മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ HODമാർക്കും മറ്റ് എല്ലാ അധ്യാപകർക്കും ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം വർണ്ണശബളമാക്കാൻ കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി വിജയകരമാക്കാൻ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസത്തിന്റെ ഏറ്റവും വലിയ വിജയം ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഏവർക്കും ഓണത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി കീർത്തന. ഓണനിലാവിന്റെ മനോഹാരിതയ്ക്ക് തിളക്കമേറ്റുവാൻ അത്തപ്പൂക്കളത്തിനും ഓണസദ്യക്കും പകരം കഴിവിന്റെ പൂർണ്ണമായ വിസ്മയം തീർക്കുന്നു സാൻജോ കോളേജിലെ വിദ്യാർത്ഥിനികൾ. ആദ്യമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു തികച്ചും വേറിട്ട ഒരു അഭിനയ പ്രകടനമായി BC ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാസ്റ്റർ ജോയൽ ഷാജനും ടീമും. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൊളിച്ചെടുത്തേ ട്രാക്ക് മാറ്റി. എടുക്കാത്താണല്ലോ ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്.
തീർച്ചയായും നല്ലൊരു പ്രകടനമായിരുന്നു. നന്ദിയുണ്ട് ജോയൽ ആൻഡ് ടീം. അടുത്തതായി പുതുമയുടെ ചുവടുവെപ്പും പഴമയുടെ ഈണങ്ങളും കോർത്തിണക്കിയ മനോഹരമായ ഗാനവുമായി എത്തുന്നു BSW ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാസ്റ്റർ ജെബിൻ റജീം ടീമും. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും നിറവോടെയുള്ള നല്ല ഒരു ഓണക്കാലം സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. സ്വരമാധുരിമ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഗാനം. നന്ദിയുണ്ട് ജെബിൻ ആൻഡ് ടീം. അടുത്തതായി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നൃത്തത്തിന്റെ വിസ്മയത്തിലേക്കാണ്. അതിനായി BBA ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി അന്ന മരിയ എൽദോസിനെ ക്ഷണിക്കുന്നു. വളരെ മികച്ച പ്രകടനമായിരുന്നു. നന്ദി അന്ന മരിയ. അടുത്തതായി ഓണത്തെ വരവേൽക്കുന്ന മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് ഓണപായസം. പായസത്തിന് നിർമ്മാണ രംഗങ്ങൾ പകർത്തുന്ന ഒരു പ്രകടനവുമായി എത്തുന്നു BBA ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി അനുമോൾ രാജു.
തികച്ചും വേറിട്ട ഒന്നായിരുന്നു. നന്ദിയുണ്ട് കുമാരി അനുമോൾ ടിയാർ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ 2 ലിങ്ക് വരുന്നതാണ്. നിങ്ങളത് ഫില്ല് ചെയ്താൽ നിങ്ങളുടെ മെയിലിലേക്ക് ഓണാശംസകൾ എത്തിച്ചേരുന്നതാണ്. താങ്ക് യു. അടുത്തതായി മനസ്സിനെ കുളിരണിയിപ്പിക്കുന്നതാണ് നൃത്തരംഗങ്ങൾ. കേരളീയത നിറച്ച ഒരു ഫ്യൂഷൻ നൃത്തവുമായി എത്തുന്നു BA ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി മഞ്ജിമ മാനുവൽ ആൻഡ് ടീം. പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റ് വരുന്നു അതിലും നിറയും കനവിൻ നഗരം മൂളാറുന്നേ. പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റ് വരുന്നു അതിലും നിറയും കനവിൻ നഗരം മൂളാറുന്നേ. തിരുവാവണിരാവ്
ട്രാക്ക് മാറ്റി. നിങ്ങൾ കാഴ്ചവെച്ചത് വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു. താങ്ക് യു മഞ്ജിമ ആൻഡ് ടീം. എല്ലാവരെയും ഒരിക്കൽ കൂടി ലിങ്ക് ഫില്ല് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഓണാശംസകൾ എത്തിച്ചേരുന്നതാണ്. അടുത്തതായി വേറിട്ട ഒരു നൃത്ത പ്രകടനവുമായി എത്തുന്നു ബികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുമാരി അൻസൽ മരിയ വിനോസ്. വളരെ മികച്ച നൃത്തമായിരുന്നു. നന്ദിയുണ്ട് അൻസൽ മരിയ. ഇവർ കാഴ്ചവെച്ച വിസ്മയ അനുഭവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മുഖ്യ അതിഥിയായ ടോണി അച്ഛനും പ്രിൻസിപ്പലായ ജിജോ അച്ഛനും IQCയുടെ കോർഡിനേറ്റേഴ്സ് ആയ ലിഡിയ മിസ്സിനും അനൂപ് സാറിനും മറ്റെല്ലാ അധ്യാപകർക്കും, പ്രത്യേകിച്ച് ടെക്നിക്കൽ എയ്ഡ് സപ്പോർട്ട് ചെയ്ത ടിൻഡു മിസ്സിനും ദീപ്തി മിസ്സിനും, പ്രസന്റ് ചെയ്യാൻ സഹായിച്ച ജോയലിനും, ഈ പരിപാടി നിങ്ങളുടെ സാന്നിധ്യത്താൽ വിജയിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് സഹകരിച്ചതിനെ ഓർത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി പൊന്നോണത്തിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.